എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കരുവാറ്റ ഗോലോക ആശ്രമത്തിലാണ്. ആശ്രമത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കെല്ലാവർക്കും പങ്കുവെക്കാനായി സാധിക്കും. എല്ലാ നമ്മുടെ ചാനലിലെ ആസ്വാദകർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മുഖാമുഖം ആരംഭിക്കുന്നത് കരുവാറ്റ ആശ്രമത്തിൽ നിന്നാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഗോലോകാശ്രമം. അതെ, കരുവാറ്റ ഗോലോക ആശ്രമത്തിൽ നിന്നാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അവിടുത്തെ മഠാധിപതി ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്വാമിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഒരു മുഖാമുഖമാണെന്ന് ചെയ്യുക. ആദ്യമായി വളരെ സന്തോഷത്തോടെ, അതിനൊപ്പം തന്നെ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടെ, ഭഗവാന്റെ അനുഗ്രഹത്തോടെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമ്മൾ പൊതുവിൽ ഈ കിളിപ്പാട്ട് ഭാഗവതം അത് ചെയ്യുന്ന എല്ലാവരും ഇതൊരു അവരുടെ ആശ്രയ കേന്ദ്രമായിട്ട് കാണാറുണ്ട്. അങ്ങനെയല്ലേ? ഇപ്പം ഒരുമാതിരിപ്പെട്ട ആചാര്യന്മാരും ഈ ഭാഗവത പാരായണക്കാരും എല്ലാം ഗുരുദേവൻ്റെ ഫോട്ടോ വെച്ചുള്ള സങ്കല്പത്തോടെയാണ് ഇപ്പം അവരുടെ പാരായണം തുടങ്ങുന്നത്. ഇപ്പം എല്ലാവരുടെയും ഉള്ളത്. ഇപ്പം എല്ലാവരുടെയും ആ ഫോട്ടോയും രാമഭദ്രാനന്ദ പരമസദ്ഗുരു നമാന്ന് പറഞ്ഞാൽ ഇപ്പം തുടങ്ങുന്നത്. അപ്പം അങ്ങനെ തന്നെ ഇതൊരു പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഞങ്ങളുടെ പ്രചാരണത്തിലോ ഉള്ള കാര്യങ്ങൾക്കൊന്നും ഇത് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, കൊടുത്തൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം കൂടുതൽ താല്പര്യം എടുത്തിട്ടില്ല, പ്രസിദ്ധി ആകണമെന്നുള്ളത്. അല്ലാതെ തന്നെ ആയിക്കോളുമല്ലോ എന്നുള്ളതാണ്. ഈ സ്വാമിയുടെ ജനനം ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ. ഇവിടെ അല്ല, ചിങ്ങോലില്ല, മൂല കുടുംബം. ചിങ്ങോലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ എരുമപ്പുറത്ത് കുടുംബത്തിലെയാണ്. അതാണ് മൂല കുടുംബം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ്. അമ്മൂമ്മ സഹിതമായിട്ട് ഷിഫ്റ്റ് ആയതാണ്. ഈ കുട്ടിനാൾ മുതലേ ഇങ്ങനെ ഇദ്ദേഹം പിന്നെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. ഇത്രയും അംഗങ്ങളൊക്കെ ഇല്ലയോ. അപ്പോൾ അവർ അന്നത്തെ കാലത്ത് വലിയ കുടുംബത്തിൽ, എരുമപ്പുറത്ത് കുടുംബം വെച്ചാൽ അന്ന് രാജകീയമായിട്ട് ഒരുപാട് സമ്പത്ത് കിട്ടിയ ഒരു കുടുംബത്തിലെയാണ്. നമ്മുടെ നീലവന മതം അവരുടെ എല്ലാം ഈ ബാച്ചിപ്പെട്ട പാർട്ടികളാണ്. ഈ സമുദായം മതം ഇവരുടെ രീതിയിൽപ്പെട്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പോകുന്നു. അപ്പം സ്വല്പം ദാരിദ്ര്യം ചില പട്ടിണിയല്ല, എന്നാലും ജീവിതത്തിൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് പല്ലന ഒരു കുടുംബത്തിൽ വലിയൊരു കാരണവരുടെ അടുത്ത് അവിടുത്തെ ആശ്രിതനായിട്ട് അദ്ദേഹത്തിനെ വെച്ച് മുറുകാനടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി. അവിടെ കുറേ ഒരുപാട് പരിചാരമൊക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് 12 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവിടെ അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയി അവിടെ കുറേ കാലം അവിടെ നിന്നു. കുറേ കാലം അവിടെ നിന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം വെളുപ്പാങ്കാലത്ത് അപ്പം പലർക്കും സംശയമായി എവിടെയായി പോകുന്നുണ്ട്. മറ്റുള്ള ബാല്യക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രവണത നടത്തി ഇഷ്ടപ്പെട്ടില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം. കാരണം ഏഷ്യനെയൊക്കെ പറഞ്ഞ് ഇന്നോലെ രാമൻ ഇന്നോലെ രാത്രിയിലൊക്കെ രാമൻ എങ്ങാണ്ട് രാത്രിയിലൊക്കെ ഇറങ്ങി പോകുന്നു. അപ്പം കാരണം ഒരു ദിവസം ഒന്ന് എന്താ ചെക്ക് ചെയ്ത് കൊള്ളാൻ ചൊല്ലി പുതുക്കെ അദ്ദേഹത്തിൻ്റെ മൂന്നാം യാമോ 2 യാമമുണ്ട്. ആ യാമത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കടപ്പുറമാണേ. അദ്ദേഹത്തിൻ്റെ കൂടെ പുറകെ അറിയാം, ഇദ്ദേഹം അറിയാതെ അറിയാൻ വേണ്ടി പുറകെ പോയി. വലിയ ഡിസ്റ്റൻസിൽ പോയി കുട്ടിക്കാല സമയത്ത്. അപ്പോൾ പിന്നെ ഇദ്ദേഹം കാർന്നൂർ കാണുന്ന ഇദ്ദേഹം പിന്നെ സമുദ്രത്തിലാണോ കരയിലാണോ എന്ന് അറിയാൻ വയ്യ. ഒരു തേജസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് മനസ്സിലായി. ഇദ്ദേഹത്തിന് ആദ്യമായിപ്പോയി. അപ്പോൾ ഇത്രയും കാലം എൻ്റെ അടുത്ത് പിറ്റേ അറിയാത്ത രീതി വന്ന് പിറ്റേ പറഞ്ഞു, രമ എന്നെ ഒന്നും ചെയ്യണ്ട, നീ എൻ്റെ ഒപ്പം നിന്നാൽ മതി, അല്ല എനിക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞു. അല്ല ഇവിടുത്തെ കഴിഞ്ഞ് പോകാമെന്നുള്ളു. സമയമാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഡ്രസ്സും കണ്ട് കാവ്യൻ്റെ അദ്ദേഹം കൊടുത്തെന്ന് തോന്നുന്നു. പിന്നെ ഒരു പ്രായമായതിനു ശേഷമാണ് ഇവിടെ വരുന്നത്. ഒരു പിടിപാടുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഹിമാലയത്തിലും മറ്റിടത്തും എല്ലാ കാര്യവും ഇത് പോയിട്ടുണ്ട്. പിന്നെ കോഴിക്കോടൊരു ഗുഹയിലൊരു ആശ്രമമുണ്ട്. തിട്ടം പോലെ ഒരിക്കലും ഇല്ല, ശിഷ്യന്മാരെയും ഒന്നുമില്ല. ഇവിടെ പലരും ശിഷ്യന്മാരായിട്ട് വന്നപ്പോൾ പറഞ്ഞു ഈ നമ്മുടെ സ്വാമിക്ക് നിലവിൽ ഗുരു ശിഷ്യന്മാരും സ്വന്തമായിട്ട് തന്നെ ധ്യാനത്തിൽ കൂടെ ശിഷ്യന്മാർ പ്രത്യേകിച്ചില്ല. ഇല്ല, ശിഷ്യന്മാർ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരോടൊക്കെ പറഞ്ഞു വേണ്ട, നിങ്ങളൊക്കെ കുടുംബജീവിതം നയിച്ചോ മറ്റായിരുന്നു. ശിഷ്യനാവാൻ വേണ്ടി അനവധി ആൾക്കാർ അനവധി ഉണ്ട്. അത്
അതിലൊരു കൊല്ലത്തൊരു പാച്ചമ്പിള്ള എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ഇൻസിഡൻറ്റിൽ പെട്ടുപോയി. എന്നുവെച്ചാൽ അദ്ദേഹം എനിക്ക് നല്ല സിനിമാണന്മാർ നോക്കും അത്ര തോന്നുന്നുള്ളൊരു കക്ഷിയായിരുന്നു. അദ്ദേഹം പിന്നെ വേമ്പനാട്ട് കാലിൽ നടുക്കടലിൽ പെട്ടുപോയി. ഈ പൊട്ടം ചുറ്റിച്ച പോലെ അന്നത്തെ കാലത്ത് പൊട്ടം ചുറ്റി കടക്കായില്ല പിന്നെ ഭഗവാനെ എന്ന് വിളിച്ചു. എങ്ങനോ ഇദ്ദേഹത്തിൻ്റെ നാമം ഒന്നും അറിവില്ല, ഇദ്ദേഹത്തിൻ്റെ നാമം വായു വന്നു. പക്ഷേ അദ്ദേഹം കരക്കിക്കുന്നതാണ് പിന്നെ ഈ പോരുമായിരുന്നു. എന്നാൽ ഉദ്യോഗത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥലത്തിലൊക്കെ ഉദ്യോഗത്തിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. പറഞ്ഞു പിന്നെ ഇല്ല ഞാൻ വിവാഹം കഴിക്കുന്നില്ല, പിന്നെ അദ്ദേഹം വിവാഹം കഴിച്ചില്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ ശേഷക്കാരും മറ്റുള്ള ആൾക്കാർക്ക് മാസത്തിലേക്ക് വന്ന് അവരെല്ലാം ഇവിടെ വന്ന് പരിപാടിയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ശിഷ്യന്മാരെന്ന് പറയാൻ ആരുമില്ല. ഇല്ല. ഇവിടെ അദ്ദേഹം വന്ന് എത്രയിലായിരിക്കും തിരിച്ചു വന്നതിന് ശേഷമാണ്? 1948 മരിക്കുന്നത് സമാധിയാവുന്നത്. പിന്നെ 8-10 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ എത്തി. ഇനി അന്ന് ഈ ആശ്രമാന്തരീക്ഷം ഇതൊന്നുമില്ല. ഇവിടെ ഒരു കാവായത് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ കാണുമ്പോൾ ഈ ഒരു മതിയൊക്കെ യാത്രയുണ്ട്. ഇവിടെ ഈ ചെറ്റ ഇട്ടിരിക്കുകയാണ്. ചെറ്റ വെച്ചാൽ പടകമുണ്ടല്ലോ. ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ 24 തന്നെ അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ ഇതിൻ്റെ ഈ ആലുമൂട്ടി ചാനാട്ടിയമ്മ ആലുമൂട്ടിക്കാരറിയോ എ.പി. ഉദയഭാനുവിൻ്റെയൊക്കെ അന്നത്തെ രാജകുടുംബം അറിയാം. അപ്പോൾ അവിടുത്തെ ആലുമൂട്ടി ചാനാട്ടിയമ്മയാണ് ഈ ആൽത്തറയുടെ ഫൗണ്ടേഷനൊക്കെ റെഡിയാക്കി എല്ലാം വെച്ചത്. അവിടുത്തെ ഒരു ഭക്തനായിരുന്നു, ഉദയൻ്റെ ഒരു ഭക്തതയായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ട് അദ്ദേഹം സപ്താഹം നടത്തിയപ്പോൾ ഇവിടെ ചെറിയ കാവ് ഒരു കുറ്റിക്കാട് മാത്രമേ ഉള്ളൂ. അത് ചൊറിയാൻ കാവെന്നാണ് പറയുന്നത്. ഇപ്പുറത്തെല്ലാം കാവായിരുന്നു അന്നത്തെ കാലമല്ലേ. അപ്പോൾ ചതുപ്പ് കരയോ ഇവിടെ ചതുപ്പുമായിരുന്നു. ഇച്ചിരി പൊങ്ങിയ സ്ഥലം അവിടെ ആയിരുന്നു കുറ്റിക്കാവ്. അവിടെ ഒന്ന് തെളിച്ച് വെച്ചൊരു ഒരു വിളക്കൊക്കെ കത്തിച്ച് അദ്ദേഹം ഈ സമയം അപ്പോൾ ഈ ആര് വെച്ചിട്ടുണ്ടെന്ന് ഇത് പ്രയാഗിൽ നിന്ന് കൊണ്ടുവന്ന് ഈ കുംഭമേള കഴിഞ്ഞ് വരുന്ന ഇത് കൊണ്ടുവന്ന ഹിമാലയത്തിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന ആലായി. ഇയാളുടെ വളരെ പ്രത്യേകത ഈ ഇല പഴുക്കത്തില്ല. ഇല പഴുത്ത് കണ്ടിട്ടില്ല. അത് കൃഷ്ണവർണ്ണമായത്, ഒരു നീലയും കറുപ്പോടുള്ള കളറായി ഇതിൻ്റെ ഇലയ്ക്ക്. അത് പുറത്തുനിന്ന് നോക്കിയാൽ കാണാമെന്നുള്ളത്. പിന്നെ രണ്ട് ഇത് സമാധി സമയത്ത് ഇതിൻ്റെ ഇല കംപ്ലീറ്റ് അങ്ങ് പോയി വൃശ്ചികത്തിൽ. ധനുവിലാകുമ്പോൾ എല്ലാം തളർന്ന് നിൽക്കും. അദ്ദേഹത്തിനെ അത് നാട്ടുകാർക്കുള്ള ആദ്യത്തെ വിശ്വാസമാണ്. വൃശ്ചികത്തിലാണ് സമാധി. വൃശ്ചികത്തിലാണ് സമാധി. വൃശ്ചികം 4-ാം തീയതി. നേരത്തെ തന്നെ അദ്ദേഹം ഒരു നോട്ട്ബുക്കിനകത്ത് കണ്ട് പരസ്യം കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു സമാധിയൊന്നുമില്ല. ഹരിഓം വൃശ്ചികം എന്നായിരുന്നു ഉള്ളത്. ഇതാർക്കും അറിയത്തില്ല. അപ്പോൾ അന്ന് സമാധി അവിടെ ഒരു തുളസിത്തറ, ഇപ്പം സമാധി മണ്ഡപമുണ്ടല്ലോ, അവിടെ ചെറിയൊരു തുളസിത്തറ ഉണ്ടായിരുന്നു. ഒരു തുളസിത്തറ പോലെ വെച്ചിട്ടുണ്ട്. അവിടെ തുളസി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പിടിയോ അറിയാം. അപ്പം സമയമായപ്പോൾ എല്ലാവരും മണ്ണിനെല്ലാം പുറത്തുണ്ട്. അപ്പം നാമയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പം ചികിത്സിക്കത്തൊന്നുമില്ല. അപ്പോൾ ഉണ്ട സമയത്ത് പൊക്കോളൂന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പുറത്തോട്ടിറങ്ങി. പിന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ എല്ലാവരും പുറത്തോട്ടിറങ്ങി നിങ്ങൾ ഞങ്ങൾ നാമം ചോദിച്ചോളാം, കുളിച്ചെല്ലാം റെഡിയായി നാമം ചോദിച്ചോളാം. ആവശ്യം പിന്നെ കൂട്ടമണിയായി. മണി എവിടുന്നറിയാൻ വയ്യ, അറിയില്ല. സമാധിയായി. പിന്നെ വാഴൂരെ സ്വാമികൾ വന്നു. അവർ രണ്ടുകൂടാണ് അദ്ദേഹത്തെ വാഴൂരെ സ്വാമികൾ പരാഗപ്രായം ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ ബോഡിയെ കയറി ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ്. അതുകൊണ്ടല്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഈ അർത്ഥ നീലിമയെ കിടത്തിയിരിക്കുന്നത്. അന്തശയനത്തിലാണ് ഇവിടെ കിടത്തിയിരിക്കുന്നത്. സാധാരണ ഇരുത്താണല്ലോ ഇത് അന്തശയനത്തിലാണ് കിടന്നത്. ഫുൾ അന്തശയനത്തിൽ കിടക്കും. അങ്ങനെ മയക്കത്തിൽ അർത്ഥമയക്കത്തിലാണ്. അതിവിടെ നിന്ന് ഏത് കാര്യങ്ങൾ പറഞ്ഞാലും സാധിക്കുന്നതുകൊണ്ട്. അങ്ങനെയാണ് സമാധി. ഇവിടെ കിടത്തി ഇവിടെ ഇങ്ങനെ കിടന്നുള്ള സമാധിയുള്ളൂ. അതിൻ്റെ മേളിലൊന്നും ഇല്ലല്ലോ. സമാധി മണ്ഡപം മാത്രമേ ഉള്ളൂ. വേറെ എല്ലായിടത്തും അമ്പലവും ഉദ്യാനം വെക്കുകയല്ലേ. ഇതിവിടെ മാത്രം അതില്ല. ഇവിടെ അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ വന്ന് കാര്യം മുമ്പിൽ നിന്ന് എന്ത് പറഞ്ഞാലും കാര്യങ്ങൾ സാധിക്കുന്നതാണ്. നേരിട്ട് എടുക്കും. വേറെ ആളെ മീഡിയേഷൻ വേണ്ട. ഈ സ്വാമി ഈ ഭാഗവതം യജ്ഞത്തിലേക്ക് കൊണ്ടുവന്ന ഏത് സംവത്സരമാണ് അറിയുമോ? അതിവിടെ വന്നതിന് ശേഷമാണ്. ഒരു 52 അല്ലെങ്കിൽ 58 കാലഘട്ടത്തിലായിരിക്കാം. ആയിരിക്കണം. 52 അല്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആണല്ലേ? എനിക്കിപ്പോൾ 69-70 വയസ്സാകുന്നു. ശരി. ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ എല്ലാ മാസവും വർഷവും 2 സപ്താഹം നടക്കാറുണ്ട്. വൃശ്ചികം 1-ാം തീയതി സമാധിയുടെ സമാധി വൃശ്ചികം 4-ാം തീയതിയാണ്. സമാധിയുടെ എന്ന് വെച്ചാൽ വൃശ്ചികം 4-ാം തീയതി സമാധി. അപ്പോൾ വൃശ്ചികം 1-ാം തീയതി മുതൽ തുടങ്ങും 7 ദിവസം. പിന്നെ ധനുവിലെ അത്തം തീരത്തൊക്കെ വേണം. അതെന്താ പ്രത്യേകത? തിരുനാളെന്നാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ. വെച്ചാൽ അത്തം ഏത് സമയമാണ് കൂടുതലെന്ന് വെച്ചാൽ ആ സമയം നോക്കി തുടങ്ങും. ലാസ്റ്റ് അത്തത്തിൻ്റെ ആറാട്ട് ചെയ്ത് ഇവിടുത്തെ ആറാട്ടെന്ന് വെച്ചാൽ വേറെ ആറാട്ട് ഇവിടെ കേരളത്തിൽ നടക്കത്തില്ല.
അതുപോലെ വിശ്വാസം ജനവുമാണ്. ആരോടൊന്നും പറയണ്ട, ഒരു താല്പര്യം കൊണ്ടാണെന്നും പറയണ്ട. പക്ഷേ കിലോമീറ്റർ കണക്കിന് താല്പര്യമാണ്. നിയന്ത്രിക്കാൻ ആളില്ല, ഒരു പോലീസോ പട്ടാളോ ഒന്നുമില്ല ഇവിടെ. എല്ലാം ചിട്ടയായിട്ട് അങ്ങ് പൊക്കോളൂ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയും ആശുപത്രിയില്ലേ അവരങ്ങ് പൊക്കോളൂ എന്ന് പറയും. പക്ഷെ അവർ വരേണ്ട കാര്യമില്ല. അടുത്ത ദേവീക്ഷേത്രത്തിൽ അതിവിടുത്തെ ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ആ 1.5 കിലോമീറ്റർ ദൂരവും താല്പര്യം. ഇവിടെ തുടങ്ങുന്നതും തിരിഞ്ഞും അറിയത്തില്ല. ഇവിടെ സപ്താഹയജ്ഞം നടത്തുന്നത് ആചാര്യൻ അദ്ദേഹം തന്നെ. നമ്മളിവിടെ ഞാൻ ഇവിടെ മണിയടിക്കുക, അങ്ങനെ പൂജകളും മറ്റുള്ള കാര്യങ്ങളും. പഞ്ചാക്ഷി മന്ത്രമാണ് ഇവിടെ ജപിക്കുന്നത്. പഞ്ചാക്ഷി പിന്നെ ദ്വാദശി മന്ത്രം ജപിച്ചു കൊടുക്കും. പഞ്ചാക്ഷിയിൽ സമർപ്പിക്കും. ഇവിടെ രണ്ടുപേരിക്കും. ബാക്കി സപ്തർഷികൾ, അത് ധനുമാസത്തിൽ മാത്രമേ ഉള്ളൂ സപ്തർഷികൾ. 7 പേര്. അതങ്ങനെ നിശ്ചയിക്കും 7 പേരെ. 7 പേര് അവർ ഇപ്പം പണ്ടൊക്കെയാണ് ഇവിടെ കുറിയിടണമായിരുന്നു. ഇപ്പോൾ നമ്മൾ ആളെ കണ്ട് പിള്ളേരുടെ പഠിത്തമൊക്കെ ആയില്ലേ, പിള്ളേരെ കിട്ടാൻ കുട്ടികളെ കിട്ടാൻ പറ്റില്ല. മറ്റേ ഈ സന്യാസിമാരുണ്ടായിരുന്നു, ഇന്നിപ്പോൾ സന്യാസിമാർ കുറവാണല്ലോ. മറ്റേ പള്ളിപ്പാട് സ്വാമി, മറ്റേ സ്വാമി, പറഞ്ഞ തിരുവല്ല സ്വാമി, ഞാൻ പറഞ്ഞ സന്യാസിമാരുണ്ടായിരുന്നു. അവർക്ക് ഈ സമയമാകുമ്പോൾ അവരാണ് സപ്തർഷികളായിട്ട്. അതൊരു പ്രത്യേക അന്നത്തെ കാലത്ത് പ്രത്യേക അരങ്ങുകളാണ്. പിന്നെ ഞങ്ങളൊക്കെ വന്നിരിക്കും, ഞങ്ങളൊക്കെ ഇരുത്തും. അത് നേരത്തെ തന്നെ പിന്നെ ഓരോരുത്തരും മുമ്പ് പറയണം, എന്നെ വിളിച്ചത്. ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം വരെ അങ്ങനെ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആളിനെ ഇപ്പോൾ നമുക്ക് കുട്ടികളെ കിട്ടാൻ പാട്. അതെന്ന് വെച്ചാൽ അടുക്കൊതുക്കുള്ളവർ വേണം, പിന്നെ പ്രായമുള്ളവർ വേണം. ഇപ്പോൾ ആർക്കും ഇരിക്കാൻ വയ്യ, ഇത്രയും സമയം അസ്വസ്ഥവും. പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് പാരായണം നടക്കുന്നത്. കേരളത്തിൽ ഓരോ സപ്താഹവും വേറെ നടക്കുന്നില്ല. എന്ന് വെച്ചാൽ രാവിലെ വെച്ചാൽ ചിട്ട അനുസരിച്ച് ആ ഭാഗത്തിൽ പറഞ്ഞ പരീക്ഷയിൽ പറഞ്ഞത് ചിട്ട അനുസരിച്ച് നടക്കുന്നത്. ഇവിടെ മാത്രം 2 പേരിന്ന് വായിക്കുക, അവർക്ക് എഴുന്നേക്കാനൊക്കത്തില്ല. രാവിലെ 6:30 എഴുന്നേച്ചാൽ ഇവിടെ കാപ്പിക്ക് നിർത്തുമ്പോഴേ എഴുന്നേക്കാനൊക്കത്തുള്ളൂ. അവിടെ താളമേളമൊന്നുമില്ല, ഒരാളെ അനൗൺസ് ചെയ്യത്തില്ല, ഇന്നത് വേണം മറിച്ചത് വേണം, പറയുടെ ഇറയുടെ ഒന്നും പറയത്തില്ല. അവരുടെ ജോലി വായിക്കുക എന്ന് മാത്രം. അത് വൃത്തിയായിട്ട് വായിക്കുകയും വേണം. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് പിന്നെ രാവിലെ കാപ്പിക്ക് നിർത്തിയാൽ പിന്നെ 10 മണിയോടുകൂടി കാപ്പിയെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഈ കാപ്പിക്ക് ഇവിടെ സമയം എടുക്കും. ഈ പൊതുജനത്തിന് പിന്നെ അവർക്ക് മാത്രമല്ലല്ലോ, ഈ വരുന്ന ജനത്തിന് മുഴുക്ക കാപ്പിയുണ്ട്. അപ്പം പിന്നെ 100 കിലോ റവയൊക്കെയാണ് വെക്കുന്നത്, അല്ല നിസ്സാര കാപ്പിയൊന്നും അല്ലത്. പിന്നെ 100 കിലോ റവയുടെ പിന്നെ 10-20 കിലോ കടലയൊക്കെയാണ് വെക്കുന്നത്. അതുപോലെ തിരുമധുരവും പഴവും ഭയങ്കര മേളമാണ് അതൊക്കെ. നമുക്ക് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. അത് നമ്മൾ കേൾക്കാനും ആളുണ്ടാവും. പിന്നെ പുസ്തകം നോക്കാൻ ആളുണ്ടാവും. പ്രായമുള്ളൊരു പുസ്തകം എടുത്തോണ്ടിരിക്കും. ഇവിടെ അതിനുള്ള പുസ്തകങ്ങളുണ്ട്, പീഠങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അപ്പോൾ പിന്നെ തെറ്റി വായിക്കാനൊക്കത്തില്ല, പിന്നെ വരി വിടാനൊക്കത്തില്ല. വലിയ അവർക്ക് 2 പേർക്ക് നല്ല ജോലിയാണ്. 2 പേരുണ്ടാവും. 2 പേരെ വായിക്കുന്നുണ്ട്, 3-ാമതൊരാളില്ല. അവർ പിന്നെ ഗഞ്ചറ മാത്രം ഉപയോഗിക്കുക, ചില്ലോ അല്ലാതെ വേറെ നമയോ അല്ലാതെ വേറെ ഒന്നുമില്ല, പിന്നെ ഭജനയൊന്നുമില്ല. അവരവരുടെ ജോലി ചെയ്യുക, വൈകുന്നേരത്തെ ഗുരുവർത്തനം കഴിയുക, പോയി റെസ്റ്റ് എടുക്കുക, രാവിലെ 6:30 ആകുമ്പോൾ ഹാജരാകുക. നല്ല ചിട്ടയാണ്. സഹസ്രനാമത്തോടുകൂടി തുടങ്ങാം. അപ്പോൾ അവിടെ സഹസ്രനാമം ചെല്ലാൻ ഇവിടെ ആളുണ്ട്, സ്ത്രീകൾ വന്നിരിക്കും. പിന്നെ നാമജപത്തിലൊക്കെ ഇപ്പോഴും ഉണ്ടത്. പിന്നെ ഇവിടെ 4 മണി പോലെ ഹരിനാമകീർത്തനം ചൊല്ലി, അത് കഴിഞ്ഞ് ഇവിടുത്തെ ഭാഗവീർത്തനമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ബാക്കിയുള്ള പിന്നെ സഹസ്രനാമം ചൊല്ലി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കറക്റ്റാകും, വായനയ്ക്കുള്ള സമയമാകും. ഭഗവാന്റെ സമാധി അല്ലാതെ മറ്റേതെങ്കിലും ഉണ്ടോ? ഈ പിന്നെ പർണശാലയുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ പർണശാല ഞങ്ങൾ പുതുക്കിയല്ലോ. മറ്റേ പണ്ട് വെച്ച് പിന്നെ ഓലയും ചെറ്റിയൊക്കെയായിരുന്നു. അത് മാറിയിട്ട് പിന്നെ അത് കട്ട കെട്ടിയിട്ട് പിന്നെ ഹോസ്പിറ്റൽസ് ആക്കി. ഇപ്പോൾ അത് നോക്കിയപ്പോൾ പിന്നെ ഒരു അകത്ത് പൊട്ടലും കിട്ടലും വാരിയും കിരിയൊക്കെ പോയിരുന്നത്. എന്നാ പൊളിച്ചേക്കാമെന്നായിരുന്നു നമ്മുടെ പോകാൻ സാധ്യത കൊണ്ടായിരുന്നു. അത് പൊളിച്ച് ഞങ്ങളങ്ങ് ചെയ്തത് വർണ്ണാശ്രമമായിട്ട് കാണിക്കാതെ. സ്വാമി വരുന്നതിന് മുമ്പ് ഇത് നോക്കാൻ ആളുണ്ടാവുമല്ലോ അല്ലേ? സ്വാമി ഇപ്പം ഇദ്ദേഹം എൻ്റെ ഒരു അമ്മാവൻ്റെ മോനായിരുന്നു, ഒരു അനിയൻ്റെ മോനായിരുന്നു. ഉണ്ടായിരുന്നു. സ്വാമി എങ്ങനെ ഇതിലേക്ക് എത്തിയത്? ഞാൻ എന്നെ ആക്കിയത് ഞാനൊരു ഇവിടുത്തെ സപ്താഹത്തിനും വിശേഷ ദിവസം മാത്രമേ ഞാനിവിടെ കാണുന്നത്. ഞാൻ ജോലിക്ക് അങ്ങ് പോകും. ജോലി നേരത്തെ അപ്പോളോ ടൈസിലായിരുന്നു. അപ്പോൾ അങ്ങ് പോവും. പിന്നെ അച്ഛൻ മഠാധിപനായിട്ടിരുന്നു. അച്ഛൻ ഇരുന്നപ്പോൾ കുറേ സ്ട്രിക്റ്റായിരുന്നു. അച്ഛൻ്റെ പിന്നെ അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ കൃഷ്ണക്കുറുപ്പെന്ന് പറയും. ഇതെല്ലാം അരച്ച് കലക്കി കുടിച്ച ആളാണ്. എന്നുവെച്ചാൽ ഭാഗവതമൊക്കെ കാണാപ്പോടോ, ഭാഗവതവും അതേ പിന്നെ ഈ പുരാണങ്ങളെല്ലാം കാണാപ്പോടോ. ഇവിടെ നിന്ന് തെറ്റി വായിക്കാമെന്ന്. തെറ്റി വായിച്ചാൽ എവിടെ ഇരിക്കുകയെന്ന് വെച്ചാൽ എവിടെ നിൽക്കുകയെന്ന് വെച്ചാൽ അവിടെ വെച്ച് അവിടെ മുതൽ പറഞ്ഞു കൊടുക്കും. ഇത് വായിക്കാൻ പറയും, രണ്ടായിരുന്നു എടുത്ത് വായിക്കാൻ പറയും. അങ്ങനെ അത്ര അറിവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മൂത്ത ജ്യേഷ്ഠനായി, 2 വർഷം അദ്ദേഹം കത്തിച്ചു. അത് കഴിഞ്ഞ് അമ്മാവൻ്റെ മോനായി. അത് കഴിഞ്ഞ് അദ്ദേഹം ഈയിടെ സമയം മരിച്ചു. ചോദിച്ചാൽ ഞാൻ സപ്താഹത്തിന്
ഉച്ചത്തിലെ ശ്രദ്ധ ഞാൻ വിചാരിച്ചെന്നാൽ പ്രാവശ്യം ആൾക്കാരെ കയറി സഹായിക്കാൻ കയറാം. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കിച്ചണിലോട്ടാണ് പോയത്. നമ്മൾ ഈ പ്രൊഫഷണലായിട്ട് കുറച്ച് അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അപ്പം 12 കാലിലാണെങ്കിൽ പായസം കിടന്ന് തിളച്ച് മറിയുക, വാങ്ങണം, ഉടനെ വാങ്ങണം. അപ്പോൾ അവിടെ എന്തൊരാളോട് നമ്മളെ ഒന്ന് പിടിച്ചാൽ നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞു. മനസ്സുണ്ട്, പക്ഷേ ശരീരം എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല. ഇത് പിടിച്ചില്ല, ഇതങ്ങ് മറിയും. ഞാനങ്ങ് വീണു. വീണെന്ന് വെച്ചാൽ ഞാൻ വീണെന്ന് വെച്ചാൽ അഹങ്കാരം കയ്യിലുണ്ടായിരുന്നു. അവൻ്റെ പേരിൽ വീഴാൻ കാര്യം. പിന്നെ ഞാൻ വെച്ചാൽ റോങ്ങായിട്ട് പോയ കൂട്ടത്തിലാണ്. അപ്പം ഇത് വീണു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്നെ അങ്ങനെ തട്ടി മാറ്റുന്ന പോലെ എന്നെ അങ്ങ് മാറ്റി, ശരീരം അങ്ങ് മാറ്റി, കൈ മാത്രം ശർക്കര പായസത്തിനകത്തായി. എന്നിട്ട് ഇവിടുന്ന് ഇവിടം വരെ അങ്ങ് പുള്ളി അങ്ങ് കൂടുന്നു. അതേപോലെ ഈ മോഹൻ്റെ ചേട്ടത്തി പിന്നെ അരിപ്പാട് സൂപ്പർ നേഴ്സും അവരോടെ വിളിച്ചു എന്നെ കൊണ്ട് പോയി കംപ്ലീറ്റ് മരുന്നും വെച്ചാൽ. അപ്പോൾ ഞാൻ പോയി കൈയും കാര്യം കഴുകി മുണ്ടും മാറി വെച്ചാൽ നേരെ ആ കൈ കൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറി അദ്ദേഹം പോവുകയും ചെയ്തു. ഓരോ നിമിത്തങ്ങളാണ്. ഞാനതിൽ കയറി ഞാൻ പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തു. അതുപോലെ ഞാനില്ല. ഇതിനകത്ത് എനിക്ക് വെച്ചാൽ എൻ്റെ കൈക്കകത്ത് ഈ പൊള്ളലുണ്ടെന്നോ പിന്നെ നീറ്റിലോ വേദനയോ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഈ ഒരു പാട് പോലും ഇല്ലാതായി. ഈ തൊലി കംപ്ലീറ്റ് ഇളകി അങ്ങ് പോയതാ സാധാരണ പോലെ. എന്നുവെച്ചാൽ എനിക്ക് പോച്ചോ എന്തോ പിന്നെ അന്ന് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. ഈ ആശ്രമത്തിലേക്ക് സാധാരണഗതിയിൽ അന്നദാനം എല്ലാം എങ്ങനെയാണ് മാസം? അല്ല, അങ്ങനൊന്നുമില്ല. ഇന്നിപ്പോൾ നാളെ ഉണ്ട്, മറ്റന്നാളുണ്ട്, വഴിപാട് 16-ാം തീയതി ഉണ്ട്, 18-ാം തീയതി ഉണ്ട് സമർപ്പണമായിട്ട്. ഒരു ദിവസം ഇവിടെ കൊണ്ട് സമർപ്പിക്കും. നേരിട്ട് നടത്തി ഞാൻ പോയ വലിയ ദുരൂപത. ഈ പിന്നെ നമ്മുടെ ഗണപതി ഹോമം പോലെ അവരുണ്ടാക്കിക്കൊണ്ട് വരണം. അതിന് ഒരു എമൗണ്ട് തരും. ആ എമൗണ്ട് കൊണ്ട് നമ്മൾ വീറും വൃത്തിയായിട്ട് ചെയ്യുന്നുള്ളൂ. അന്നദാനം വെച്ചാൽ നല്ല ചാപ്പാടായിരിക്കും. എന്നുവെച്ചാൽ രാവിലത്തെ കാപ്പി, നിവേദ്യ പായസം, രാവിലെ ഒരു ചായ. ആ സമയം നമ്മളെ വീട്ടിലെപ്പോഴൊക്കെ ചായ കുടിക്കുക, ആ സമയത്ത് എല്ലാം എന്തൊക്കെ പ്രായത്തിൽ എല്ലാം ഉണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ രാവിലെ കാപ്പി. ഇപ്പം ഇത് നടത്താനായിട്ട് കൂടെ സ്വാമിയുടെ കൂടെ ആരൊക്കെ പ്രധാനമായിട്ട്? ഇവരെല്ലാം ഉണ്ട്, എല്ലാവരും കാണും, ആരെയും വിളിക്കണ്ട. നമ്മുടെ സമിതിയൊന്നുമില്ല, പക്ഷേ എല്ലാവരും ഉണ്ടാവും. വിളിക്കാതെ പിന്നെ വായന ഉണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ആൾ വരും. പിന്നെ അവർക്കൊരു ദക്ഷിണ വെച്ചാൽ കൂലിയല്ല, ഒരു ദക്ഷിണ അത്രയേ ഉള്ളൂ. ദക്ഷിണ ഈ പ്രദേശവാസികളൊക്കെ ഇതിനോട് നല്ല സഹകരണമാണ്. സാറിന് വെച്ചാൽ മണി അടിച്ചാൽ മതി. പിന്നെ ഈ പരിസരത്തും കരിവെക്കത്തില്ല. ഇത് അങ്ങനെയുണ്ട്. ഇവിടെ രാവിലെ ഒന്ന് തൊഴാൻ വരുമ്പോൾ അവിടെ വന്ന് പച്ചക്കറി അരിയോ എന്തെങ്കിലും ചെയ്താൽ കണ്ടേച്ച് പോവും, തേച്ച് പോവും. പിന്നെ അവർ പിന്നെ ഇവിടെ ഈ മണി അടിച്ചാൽ ഇവിടെ സദ്യ ഉണ്ടെന്നാണ്. കംപ്ലീറ്റ് ആൾക്കാരും കാണും, നിറച്ച ആളായിരിക്കും. അവിടെ ഒരു പാത്രം 2 പാത്രമൊക്കെ അവരുടെ പാത്രങ്ങളൊക്കെ കാണും. വീട്ടിലൊക്കെ ആരെങ്കിലും വയ്യാത്തവർക്കും മറ്റൊക്കെ മനുഷ്യന് കൊടുക്കും. വലിയ സന്തോഷത്തോടെ എല്ലാവരും കൊടുക്കുകയും ചെയ്യും. അതിനകത്ത് ഇവിടെ അല്ലാത്ത കാര്യത്തിൽ നല്ല സഹകരണം എല്ലാവരും. ഇവിടെ വേറൊരാൾക്കൊന്നും അവരോടൊന്നും പറയാനോ വിളിക്കാനോ ഒക്കത്തില്ല. ഇവിടേക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ആധികാരികമായിട്ട് എന്തെങ്കിലും പറയാം. അല്ലാതെ വേറെ പുറത്തുനിന്നൊരാൾക്കോ മറ്റുള്ളവരാൾക്കോ ഓരോ ഒന്നും ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്കാണ് ഇവിടെ തൂക്കം. വരുന്ന ഭക്തജനങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബത്തിലുള്ളവരേ ഉള്ളത് ഏർപ്പെടുത്തി. അല്ലാതെ വേറെ ഇവിടെ അവകാശമോ തർക്കമോ ഒന്നും ഇവിടെ നടക്കത്തില്ല. അതൊക്കെ അതെല്ലാം തീരുമാനിക്കുന്നതൊക്കെ അദ്ദേഹം. വരുന്ന ഭക്തജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഇവിടെ നിന്ന് നിർത്തണം, വിളക്ക് കത്തിക്കണം. അതേ ഉള്ളൂ ചുമതല. കുടുംബത്തിലുള്ള ആരുണ്ടല്ലോ ഇപ്പോൾ എന്നെ അത് ഏൽപ്പിക്കുന്നു, അത് നമ്മളത് ചെയ്യുന്നേ ഉള്ളൂ. ചിലവിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ സാമ്പത്തികമൊന്നുമില്ല. സാമ്പത്തികം ഇവിടെ ഒന്നും അന്വേഷിച്ച് നോക്കണ്ടെന്ന് പറഞ്ഞു, എല്ലാം വന്നോളൂ. അദ്ദേഹം പറയുന്നത് എണ്ണ കൊണ്ടുവന്ന് കത്തിച്ചാൽ വില കത്തിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതങ്ങനെ ചേർത്ത് സമ്പത്തി വെക്കുക, അങ്ങനെയുള്ള അക്കൗണ്ട് ഇടുക, ബാങ്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൊണ്ടുവരിക, ആൾക്കാർ തീരുമാനം. ഇപ്പോൾ 10, 15, 20 രൂപ വന്നാൽ അതിനനുസരിച്ചുള്ള വാങ്ങാൻ നടത്തും. ആ വരി കൂടുതൽ വെക്കുമ്പോൾ വിഭവങ്ങൾ കൂടുതൽ കാണും. ഈ നമ്മൾ വെക്കുന്നതനുസരിച്ചുള്ള ആൾ ഇവിടെ എത്തിയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ചേ വെച്ചുള്ളൂ, അതിനുള്ള ആളെ വരത്തുള്ളൂ. അരി വെക്കുന്നതനുസരിച്ച് ആൾ വന്നിരിക്കും. വന്നൊരു സന്തോഷം. നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം ഇവർക്ക് കൊടുക്കാൻ. മുഖം കറുത്തും കൊടുക്കാനൊക്കത്തില്ല. സന്തോഷമായിട്ട് ഒരു പരാതിയില്ല. സ്വാമി ഇതിന് ഈ എന്തെങ്കിലും ഗ്രന്ഥം എഴുതിയിട്ട് ഉണ്ടോ അദ്ദേഹം? ഏതെങ്കിലും ഇല്ല, ഒന്നും എഴുതിയിട്ടില്ല. ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിന് എല്ലാ ഭാഷകളും അറിയായിരുന്നു. അതെൻ്റെ പറയുന്നത് സംസ്കൃതവും എല്ലാം 4ാം ക്ലാസ് വരെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന അറിവ്. പക്ഷേ എങ്കിലും എല്ലാ ഭാഷ അറിയാമല്ലോ. അത് ഈ സ്കൂളിൽ 160 വർഷത്തെ പഴക്കമുണ്ട്. ഈ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂൾ ഇവിടെ ആയിരിക്കും പഠിച്ചത്. പക്ഷേ ഗ്രന്ഥങ്ങളൊന്നും തർജ്ജമ ചെയ്യുക ഏതെങ്കിലും അത് തന്നെ കൈയെഴുത്തുമല്ലോ നമ്മുടെ കിട്ടിയിട്ടുണ്ടോ? കൈയെഴുത്ത് പറഞ്ഞാൽ വാഴൂർ ആശ്രമത്തിൽ ഈ ബുക്ക് എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു.
അത് നമ്മുടെ ഭുവാനസ്വാമി ഒരുപാട് തപ്പിയിട്ടും കിട്ടിയില്ല. ഞങ്ങളൊരു പ്രാവശ്യം ഞങ്ങളെല്ലാം കൂടെ പോയി തപ്പിയതാണ്, അന്നും കിട്ടിയില്ല. ഉണ്ടെന്ന് പറയപ്പെടുന്നേ ഉള്ളൂ. അതിനകത്ത് ഈ ഹരിവും വൃശ്ചികനാരെന്നുള്ളത് കിട്ടിയത്. ഈ ചിത്രം ഇത് തന്നെ ഒറ്റ സ്റ്റില്ലേ ഉള്ളൂ, അത് തന്നെ എടുപ്പിച്ച് വലിയ പാടുപെട്ട് എടുത്തതാണ്. അദ്ദേഹം ഇവിടെ അല്ല വേറെ എവിടെയെങ്കിലും ഈ പറഞ്ഞ കോഴിക്കോട് ഗുഹയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ അവിടെ ആ ഒരു സന്യാസം ഉണ്ടായിരുന്നു, അങ്ങനെ പോയെന്നേ ഉള്ളൂ. ഈ പ്രദേശത്ത് വേറെ എവിടെയെങ്കിലും പോയിരുന്നതായിട്ടോ അങ്ങനെ അറിയത്തില്ല. പിന്നെ വെളിഞ്ഞാൽ കാവിലെ 4 മാസം ചാതുർമാസ വ്രതം. ചാതുർമാസം പിന്നെ അന്ന് അത് വലിയ വനമായിരുന്നു. വനമെന്ന് വെച്ചാൽ നമുക്ക് പക പോലും പോകാൻ അതിലെ പേടിയായിരുന്നു. നമ്മുടെ മംഗലത്തുമോളം പിന്നെ ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമയത്താണ് അത് വീട്ടിൽ തിരിച്ചത്. അത് മൊത്തം വനമായിരുന്നു. നമുക്ക് നട്ടുച്ചയ്ക്ക് പോലും അങ്ങോട്ട് ശ്രീകോവിലിൻ്റെ അമ്പലത്തിലോട്ട് പോകാൻ പേടിയായിരുന്നു. ആ ഇടത്തോടെ അത്ര വലിയ വനമായിരുന്നു. അതിനകത്തുള്ളിലൊരു പിന്നെ കുളമുണ്ട്, ജലദുർഗയാണ് അവിടെ. അപ്പോൾ അതിൻ്റെ അവിടെയാണ് അദ്ദേഹം തപസ്സിരുന്നത്. ഈ ചാതുർമാസം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുളസിയിലെന്ന് വെള്ളം കുടിച്ചിട്ട്. എന്തായാലും ആരെങ്കിലുമൊക്കെ ഇദ്ദേഹത്തെ പുറത്തുനിന്ന് തിരക്കി വരാറുണ്ടോ ഈ വിദേശങ്ങളിൽ നിന്നും? അങ്ങനെ ഒരു ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ആരൊക്കെയാണ് വരുന്നത് നമുക്കറിയാം. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ മോഹൻ്റെ വീട് ഇവിടെ മുന്നിൽ സല്യൂട്ട് ചെയ്യും. നോക്കിയപ്പോൾ ഇരിക്കുന്ന ജഡ്ജിയാണ്, നമുക്കറിയാനൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു. പുള്ളി എവിടെ നിന്ന് നമിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഒരുപാട് ഭക്തജനങ്ങളുണ്ട് ദൂരെ നിന്നൊക്കെ ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. ഇപ്പോൾ ആലപ്പുഴയാണെങ്കിൽ പിന്നെ കല്ലേരി എന്ന് പറയുന്ന വീട്ടുകാർ, അദ്ദേഹത്തിൻ്റെ സമകാലീനല്ല, എന്നാലും അദ്ദേഹത്തിനാണ് രാമപിള്ള സാർ എന്ന് പറയും. പുള്ളി അത് ഇദ്ദേഹത്തിൻ്റെ കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹം കാണാൻ പോകണമെന്ന് വിചാരിച്ചാണെന്നില്ല. അവരൊക്കെ തിരുവനന്തപുരത്തും മറ്റേ അവർ പോകുന്ന വഴിയൊക്കെ ഇവിടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകമല്ലോ അങ്ങനെ ഇറക്കിയിട്ടുണ്ടോ? ഇല്ല, ഇത് എഴുതിക്കൊണ്ടിരിക്കും. അത് അനുഭവങ്ങൾ ഒരു ടീച്ചറുണ്ട് ഇവിടെ. അപ്പം അത് പബ്ലിഷ് ചെയ്യുമ്പോൾ തരാം. ഇത് ആദ്യം മുതലുള്ള കണ്ടിട്ടുള്ളതാണോ? കണ്ടിട്ട് വെച്ചാൽ എഴുതി പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛന് പിന്നെ ടീച്ചറിൻ്റെ അച്ഛന് പിന്നെ ദേവക സമാലില്ല. അപ്പം പണ്ട് ഏൽപ്പിച്ചു പോകുന്ന അദ്ദേഹം പിന്നെ റേഷൻ കടയിൽ പോകുന്നത് ചേച്ചിയെ ഇവിടെ കൊണ്ട് മടിയിലൊക്കെ പിന്നെ വാദ്യാരായിരുന്നു. എഴുതിക്കൊണ്ട് ഇപ്പം കുറച്ച് ദിവസമായി ഇതുകൊണ്ട് നോക്കണം കൊണ്ടുകൊണ്ടിരിക്കും. ഇപ്പം ഈ വൃശ്ചികമാസം പഴയ ടീച്ചർക്ക് നല്ല പൈസ ഉണ്ടാവില്ല. കുഞ്ഞാ, അന്ന് കുഞ്ഞാ. പൊതുവിലെന്തായാലും ഇതാണ് ആശ്രമത്തിൻ്റെ ഒരു അന്തരീക്ഷം. പിന്നെ ഇദ്ദേഹം കരുനാഗപ്പള്ളി നിങ്ങൾക്കറിയാവുന്ന കരുനാഗപ്പള്ളി അവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അത് കാര്യം തരാമോ? അത് നമ്മുടെ വഴി ഭുവനസ്വാമി പറഞ്ഞതാണ്. ഒരു ദിവസം പിന്നെ അദ്ദേഹം പറഞ്ഞു, വേലക്കാരനോട് പറഞ്ഞു, ഒരു പായ എടുത്തിടാൻ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ഒരാളിപ്പോൾ വരും, നീ പായ എടുത്തിടാൻ പറഞ്ഞു. അപ്പോൾ ഞാനും കാണുന്നില്ല, നീ പായ എടുത്തിടാൻ പറഞ്ഞു. ഒരാൾക്കൊരു സംശയം ചോദിക്കാൻ ഒരു. അപ്പോൾ അദ്ദേഹം പായ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇരിക്കുന്നത് ഞാൻ ചോദിച്ചു. ഇല്ല, പോവാന്ന് പറഞ്ഞു. അദ്ദേഹം പോരുകയും ചെയ്തു. അപ്പോൾ ഈ ചോദ്യവും പറച്ചിലും എല്ലാം ആ ഒരൊറ്റ വേലിൽ നടന്നു. അപ്പോൾ ഈ വേലക്കാരൻ ചോദിച്ചു, എടി ഇരിക്കുന്നവൻ ചോദിച്ചില്ല, പോവാന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പോകുന്ന ആരാണെന്നറിയാമോ? തൂര്യത്തേജസ്. എത്ര വിളക്ക് കൊടുത്താലും കെടാത്ത ഒരു ദീപമാണ് പോയെന്ന്. അത് നിങ്ങൾക്കറിയാൻ പറ്റും. അങ്ങനൊരു അനുഭവം ഉണ്ട്. ചട്ടമ്പിസ്വാമി തിരുവയുടെ പ്രഥമ ശിഷ്യൻ നീലകണ്ഠ തീർത്ഥവാസ്വാമി ഇരിക്കുന്ന സ്ഥലമാണല്ലോ. അദ്ദേഹത്തിനെ കാണാനായിരിക്കും അവിടെ. അതെ, ഒന്ന് കാണാൻ പോയതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വാമി തന്നെ സമാധി ഇരുത്തിയതാണ്. ചട്ടമ്പിസ്വാമി തന്നെ സമാധി ഇരുത്തിയ ആളാണത്. എന്തായാലും വളരെ സന്തോഷം സ്വാമിയെക്കുറിച്ച് ഇത്രയും കേൾക്കാൻ പറ്റിയത്. ഇപ്പോൾ ഞാനടക്കമുള്ള ആചാര്യന്മാരെല്ലാവരും ഭാഗവതം തുടങ്ങുമ്പോൾ ശ്രീരാമഭദ്രാനന്ദ പരമസദ്ഗുരുവേ നമഃ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. കിളിപ്പാട്ട് അതിൻ്റെ ഫോട്ടോ വെക്കുന്നതിനകത്ത് ഫോട്ടോ വെച്ചാൽ അതുപോലെ ആചരിച്ചില്ലെങ്കിൽ അതുപോലെ ഡേഞ്ചറും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളെ അറിയാവുന്നവർക്കൊന്നും അത്ര അറിയാവുന്നവർക്ക് മാത്രമേ ഇവിടുന്ന് ഫോട്ടോ കൊടുക്കത്തുള്ളൂ. ഇത് നമ്മൾ അലക്ഷ്യമായിട്ട് പോയാൽ അത് വലിയ അപകടമായിട്ട് മാറും. അതനുസരിച്ച് നമ്മൾ നോക്കിയാൽ അദ്ദേഹം നോക്കിക്കോളൂ. എൻ്റെ മക്കളെന്നോട് പറയും, ഞാൻ ഇവിടെ കയറിയപ്പോൾ ഇതൊന്നുമില്ല, ഇത് ഈ കാണുന്നൊന്നുമില്ല, ഈ എല്ലാം ചോദിച്ചൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിന്ന് നമുക്ക് തുടങ്ങാം. ഇത് വെച്ചാൽ പൈസ കൊടുത്ത് ആരും ഇവിടെ കൊണ്ടുവെക്കും. അതെന്താ ഇവിടെ ഇരിക്കുന്നവർക്ക് എന്താ വെച്ചാൽ ചെയ്യാം. നല്ല ചെയ്താലും കുഴപ്പമില്ല, ചീത്ത ചെയ്താലും ചെയ്താലും അനുഭവിക്കുന്നു വളരെ നല്ല ചെയ്ത്. അപ്പോൾ ഞാൻ മക്കളെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പിള്ളേരെ മക്കൾ പറഞ്ഞതേ, അച്ഛനെ അവിടെ നോക്കുമ്പോൾ ഭഗവാൻ ഞങ്ങളെ നോക്കിക്കോളൂ, അച്ഛൻ അവിടുത്തെ കാര്യം നല്ലപോലെ നോക്കണം. ഇത് നമുക്കുള്ള പ്രചോദനം. ഞങ്ങളുടെ മക്കൾ പറഞ്ഞത്, അച്ഛനവിടെ വൃത്തിയാക്കുമ്പം ഞങ്ങൾക്ക് വേറെ ഭഗവാൻ തന്നോളൂ, ഞങ്ങളുടെ കാര്യം നോക്കണം, അച്ഛൻ അവിടുത്തെ പോയി. സത്യം പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ പോകുന്നത്.
എന്തായാലും സ്വാമി ഞാനടക്കമുള്ള എല്ലാ ആചാര്യന്മാരെ അനുഗ്രഹിക്കുകയാണ്. ഇനിയും ഉണ്ടാവട്ടെ. അങ്ങേക്കും ഇത് നോക്കി നടത്താൻ ഭഗവാൻ അനുഗ്രഹം കൊണ്ടാണ്. വന്നതിലും അറിയാൻ ശ്രമിച്ചതിലും വളരെ സന്തോഷം. നമ്മുടെ മുഖാമുഖം പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയും നമുക്ക് മറ്റൊരു ആചാര്യൻ അല്ലെങ്കിൽ മറ്റൊരു ആശ്രമത്തിലെ മുഖാമുഖം പ്രോഗ്രാമിൽ തുടർന്നും ഈ ചാനലിലൂടെ കാണുവാൻ സാധിക്കും. എല്ലാവരും ഇത് കണ്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. നമസ്തേ.